മാതാപിതാ ഗുരു ദൈവം. ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പഴയ ഓർമ്മകളും കാര്യങ്ങളായിട്ട്. പക്ഷേ ചിലർ നമ്മൾ ദ്രോഹിച്ച ദ്രോഹം നമ്മളുടെ മനസ്സിലെന്നുണ്ടാവും. ഈവൻ അത് നമുക്ക് ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്ത ചില ഇതായിരിക്കും. അതായത് എന്തുകൊണ്ടാണ് അവർ അന്ന് അങ്ങനെ ചെയ്തതെന്നുള്ളത്. ഈവൻ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ കൂടുന്ന സമയത്ത് നമ്മൾ ഇന്നും പറയാറുണ്ട്, ആ ടീച്ചർ എന്തുകൊണ്ടാണ്, ആ അധ്യാപകനോ അധ്യാപികയോ എന്തുകൊണ്ടാണ് നമ്മളെ അങ്ങനെ ദ്രോഹിച്ചത്, എന്ത് തെറ്റായിരുന്നു ആ സമയത്ത് നമ്മൾ ചെയ്തത് എന്ന രീതിയിൽ നമ്മൾ ഇന്നും ചർച്ച ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ചില ടീച്ചേഴ്സ് നമ്മൾ അന്ന് നെഗറ്റീവായി തോന്നിയ കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് പോസിറ്റീവായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണ് അവർ ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നും അവർ അത് തന്നെ തുടർന്ന് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഞാനിപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നത്, ആ ടീച്ചർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ല കേട്ടാ, പണ്ടത്തെ പോലെ തന്നെയാണ് എന്ന രീതിയിൽ ഇപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ ഞങ്ങളുടെ ബാച്ചിന് ടൂർ ഉണ്ടായിരുന്നില്ല, ഒരു സെൻഡ് ഓഫ് പോലും ഉണ്ടായിരുന്നില്ല. കൂടെ പഠിച്ചവരുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആ സർക്കിളിലെ ആൾക്കാരെ മാത്രം ഓർക്കുന്നതല്ലാതെ അതിന് പുറത്ത് കൂടെ പഠിച്ചവരായിട്ട് ഒരു കോൺടാക്ട്സോ കാര്യങ്ങളോ ഓർത്ത് വെക്കാനൊരു ഫോട്ടോ പോലും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അന്ന് അവർ നിങ്ങളൊരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു എന്നൊരു സർക്കിളിലേക്ക് എത്തി. പക്ഷേ ഇന്നും നമ്മളിപ്പോൾ ഒരു സമൂഹത്തിൽ പോകുന്ന സമയത്ത് ഇവരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ ടീച്ചേഴ്സിനെ കാണുമ്പോഴും അവർക്ക് നൽകുന്ന റെസ്പെക്റ്റും പിന്നെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കാണുന്ന സമയത്തൊക്കെ നമ്മളെ മൈൻഡിൽ നമ്മൾ പഴയ ഓർമ്മകൾ, അവർ ദ്രോഹിച്ച കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ടീച്ചിങ് ഫീൽഡിലെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിനകത്ത് സ്ട്രിക്റ്റ് ആയിക്കോളൂ, നിങ്ങളുടെ സ്കൂളിൻ്റെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിക്കോളൂ. പക്ഷെ അതിന് പുറത്ത് നിങ്ങൾ ഒരു ഫ്രണ്ടാകുക, ഒരു സുഹൃത്താകുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കുട്ടികളെ കാണുക. നിങ്ങൾ നേരിടുന്ന മൂഡ് സ്വിങ്സോ വീട്ടിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ കാര്യമായിരിക്കണം. ഒരിക്കലും അതുപോലുള്ള കാര്യങ്ങൾ സ്കൂളിനകത്തേക്ക് കൊണ്ടുവരരുത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ പോലുള്ള അനുഭവങ്ങളായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ പ്ലസ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള അധ്യാപകർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ?